വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام وعليكم السلام ورحمة ورحمة الله الله وبركاته. وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ ഉൾപ്പെടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ സൂറത്തുൽ അനാം പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വാഗ്ദാനം ചെയ്ത ജന്നത്തുൽ ഫിർദൗസിൽ സത്യസാക്ഷികളോടൊപ്പം അംബിയാ മുർസലുകളോടൊപ്പം അതേപോലെ ഈ മാർഗത്തിൽ ത്യാഗം സഹിച്ച ത്യാഗിവേദ്യന്മാരോടൊപ്പം നമ്മയും ഉന്നതമായ ശ്രേണിയിലുള്ള സ്വർഗത്തിൽ വസിപ്പിക്കട്ടെ. അവിടെയുള്ള എല്ലാ വിധത്തിലുള്ള സുഖ സുഷുപ്തിയിലും ആറാടുന്ന രീതിയിൽ ഘോഷിക്കുന്ന രീതിയിൽ എന്നെന്നുമുള്ള നിരന്തരമായ ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞ രീതിയിൽ അല്ലാഹു നമ്മളെ അവിടെ വസിപ്പിക്കട്ടെ. നമ്മളിതില് വ്യാപൃതമായി ഈ ഖുർആൻ പഠനത്തിലും മനനത്തിലും ചിന്തയിലും അതനുസരിച്ചുള്ള ജീവിത രീതിയിലും വ്യാപൃതമായിരിക്കുന്നതിനാൽ നമ്മുടെ മാതാപിതാക്കൾക്കും ഇതിന്റെ പ്രതിഫലം ലഭിക്കട്ടെ. അതോടൊപ്പം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാർ അതേപോലെ നമ്മുടെ അനുജന്മാർ അനുജത്തിമാർ കുഞ്ഞനുജന്മാർ കുഞ്ഞനുജത്തിമാർ അവർക്കൊക്കെയും അവരുടെ പ്രയാസമുള്ള മാറ്റി കൊടുക്കട്ടെ. ലോകത്ത് ശാന്തിയും സമാധാനവും അല്ലാഹ് പുനഃസ്ഥാപിക്കട്ടെ. സൂറത്തുൽ അൻആമിലെ 131 മുതൽ 137 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാനുള്ളത്. എന്തൊക്കെ ഞാൻ ചോദിച്ചിരുന്നല്ലോ, മറുപടിയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. രാവിലെ നോക്കുമ്പോ കുറച്ച് പേരെ മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ ഇപ്പൊ ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ടില്ല എന്ന് പറയും, കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞവരും, വായിച്ചു നോക്കിയവര്, ക്ലാസ് മുമ്പ് വായിച്ചു നോക്കിയവരാണ് എല്ലാവരും എന്ന് തോന്നുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാവരും പാഠം വായിച്ചു നോക്കിയിട്ടുണ്ട്. അറബി ക്ലാസ് കേൾക്കാൻ കഴിയാത്തവര് പലരും ഉണ്ട്, കേട്ടവര് ഉണ്ട്. മാഷാ അല്ലാഹ്. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹ് നൽകട്ടെ. അതൊരു എന്താ പറയാ, ഒരു ഖദർ എന്ന് വേണമെങ്കിൽ പറയാം. അതിലെത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് സവിശേഷമായി തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ പറ്റൂ. അല്ലാഹ് എല്ലാവരെയും തിരഞ്ഞെടുക്കട്ടെ. അതിന് നബിയുൽ മുസ്തഫ അൽ മുഖ്താർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഇത്രയും പണിയെടുത്താൽ പിന്നെ ബാക്കി അതിലേക്ക് വരാനുള്ള ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ട പേർക്ക് എന്താ തോന്നുന്നത്? അറബി ക്ലാസ് കേട്ടപ്പോ എന്ത് തോന്നുന്നുണ്ട്? നന്നായി തോന്നുന്നുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ വേറെ ആർക്കാ തോന്നാത്തത്? നന്നായി തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? തന്നെ കുറച്ച് പ്രയാസാണ്. പ്രയാസപ്പെട്ട എന്താവുള്ളൂ? എന്നാണ്. എളുപ്പത്തോടൊപ്പം പ്രയാസമുള്ളതല്ല, പ്രയാസത്തോടൊപ്പം എളുപ്പമുള്ളത്. പ്രയാസം കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടാവും. പ്രയാസം കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടാവും. അതായത് നമ്മള് 8ാമത്തെ നിലയിൽ കയറിയാലേ 9ാമത്തെ നിലയിൽ കയറുന്ന എളുപ്പമാണ്. അല്ലാതെ താഴെ നിന്നിട്ട് 9ാമത്തെ നിലയിൽ കയറണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. താഴെ നിന്നിട്ട് ഞാൻ 9ാമത്തെ നിലയിൽ പോകാനുള്ള ആളാണ് എന്ന് വിചാരിച്ചാൽ അത് നമ്മൾ പ്രയാസമായിട്ട് തോന്നും. നമ്മൾ 8ാമത്തെ നിലയിൽ നിൽക്കുകയാണെങ്കിൽ 9ാമത്തെ നിലയിൽ കയറാൻ എളുപ്പമായി. അപ്പൊ നിങ്ങളെ 8ാമത്തെ നിലയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടാണ് ഞാൻ 9ാമത്തെ നിലയിൽ കയറാൻ പറഞ്ഞത്. അല്ല താഴെ നിന്നിട്ട് 9ാമത്തെ നിലയിൽ കയറാൻ പറഞ്ഞിട്ടില്ല.
അൽബക്ര പഠിക്കുമ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അൽബക്രക്കാർക്കും കൊടുക്കുന്ന എക്സസൈസ് ആണ്. അൽബക്രക്കാർക്കും എന്ത് ചെയ്യണം, ഇനി ആ തലത്തിലേക്കാണ് നമ്മൾ തലപ്പുറം മുഴുവൻ പോകും. കാരണം അവരൊക്കെ ഫൈനൽ കഴിഞ്ഞിട്ട് വന്നവരാണ് പുതിയ അൽബക്രക്കാർ. അതുകൊണ്ട് അവരെ നമ്മൾ ഈ 8ാം നിലയിലേക്ക് കയറ്റുകയാണ്. 8ൽ നിൽക്കുന്നവരെ 9ലേക്ക് കയറ്റുകയാണ്. അങ്ങനെ എന്നാല് നമ്മൾ മുകളിലേക്ക് പോയാൽ മുകളിലേക്ക് പോകും, താഴോട്ട് പോകുന്നത് താഴോട്ട്. അവസാനം പറഞ്ഞു നിർത്തിയത് വഗറത്തുഹുൽ ഹയാത്തു ദുനിയ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഇതിനോട് ബന്ധപ്പെട്ടതാണ്. ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون ولكل درجات مما عملوا وما ربك بغافل عما يعملون وربك الغني ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين إنما توعدون لآت وما أنتم بمعجزين قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من تكون له عاقبة الدار إنه لا يفلح الظالمون وجعلوا لله مما ذرأ من الحرث والأنعام نصيبا فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم ساء ما يحكمون فكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون. അപ്പോ അത് നേരത്തെ പറഞ്ഞത് വഗറത്തുഹുൽ ഹയാത്തു ദുനിയ, ഈ ലോക ജീവിതം അവര് വഞ്ചിതരാക്കി. വശഹിദു അലാ അൻഫുസിഹിം, അവർക്കെതിരിൽ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ഖിയാമത്ത് നാൾ വരുമ്പോൾ അവർക്കെതിരിൽ അവർ സാക്ഷ്യം വഹിച്ചു. അന്നഹും കാനൂ കാഫിരീൻ, അവർ നന്ദി കെട്ടവരായിരുന്നു, അവർ സത്യത്തെ മറച്ചുവെക്കുന്നവരായിരുന്നു എന്ന് അവർ സാക്ഷ്യം വഹിക്കുന്നു. അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചു. ഖിയാമത്ത് നാൾ വരുമ്പോൾ അവർ സാക്ഷ്യം വഹിക്കും. അത് അവർക്കെതിരിലാണ്. അഥവാ അവർക്കെതിരിൽ തന്നെ അവർ തന്നെ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ കാഫിറുകളായിരുന്നു. എന്തുകൊണ്ടാണ്? ذلك أن لم يكن ربك مهلك القرى. أن لم يكن ربك, ലം യക്കുന്റെ ലം മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? ലം യക്കുന്റെ ലം മാറിയാൽ യക്കുന്റെ ലം യക്കുൻ റബ്ബുക മുഹ്ലിക്കൽ ഖുറ. ഖുറയുടെ ഏകവചനം എന്താ? അറിയാം. ഒരു കറിയത്തിനെയും ഒരു പട്ടണത്തെയും ഒരു നാടിനെയും അള്ളാഹ് ഒരു ഗ്രാമത്തെയും നശിപ്പിക്കുകയില്ല. ലംയക്കുൻ, അത് അള്ളാഹുടെ നടപടിക്രമത്തിൽ പെട്ടതല്ല എന്നാണ്. ബിളുൽമിൻ, ലംയക്കുൻ റബ്ബുക മുഹ്ലിക്കൽ ഖുറ ബിളുൽമിൻ, യാനി ഇദാ അഹ്ലക അല്ലാഹു വഅഹ്ലുഹാ ഗാഫിലൂൻ ഹിയ ളുൽം. അതിലെ ജനങ്ങൾ ഗാഫിൽ ആണെങ്കിൽ, അശ്രദ്ധരാണ്, അവർക്ക് അറിവില്ലാത്തവരാണെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹ് നശിപ്പിച്ചാൽ എന്തായിരിക്കും? അത് ളുൽമാണ്, അത് അക്രമമായിരിക്കും. അങ്ങനെ അക്രമപരമായി അള്ളാഹ് നശിപ്പിക്കുകയില്ല എന്നാണ്.
വഅഹ്ലുഹാ ഗാഫിലൂൻ. മാഹിയൽ വാവ്, മാഹിയൽ വാവ് ഹുന, ഹുന. ഇവിടെയുള്ള വാവ് എന്ത് വാവാണ്? വാവുൽ അത്ഫാണോ? അല്ലല്ല ഹാലാണ്. വാവുൽ ഹാലാണ്. വഅഹ്ലുഹാ, അവര് ഹാല് അഹ്ല് ആയിരിക്കുന്ന അവസ്ഥയിൽ. ഗാഫിലൂൻ. ഗാഫിലിന്റെ മുളാരി എന്താ? ഗഫല യഗ്ഫുലു. 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 അതെ يعني من جنس من باب نصر ينصر. نصر ينصر باب البلدان. غفل يغفل. لو تغفلون عن نصيحتكم. درستم في سورة، في أي سورة درسنا؟ في أي سورة درسنا؟ أي سورة لما غفل. لو تغفلون عن نصيحتكم ود الذين كفروا لو تغفلون عن نصيحتكم وأمتعتكم في سورة النساء. آية صلاة الخوف അല്ലെങ്കിൽ صلاة الخوف في حالة الحرب, യുദ്ധത്തിന്റെ അവസരത്തിലുള്ള സലാത്തുൽ ഖൗഫിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അന്നേരം ആയുധങ്ങളൊക്കെ കൈവശം വെക്കണം എന്ന് പറഞ്ഞു. നിങ്ങളെ ആയുധത്തിൽ നിന്നും നിങ്ങളുടെ ചരക്കുകളിൽ നിന്നും ഒക്കെ നിങ്ങൾ അശ്രദ്ധരായിരുന്നുവെങ്കിൽ എന്ന് ശത്രുക്കൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു ലൗ. അപ്പൊ എന്തായാലും യഗ്ഫുലു എന്നായി. നസ്റ നൻസുറു ബാബാണെന്ന് മനസ്സിലായി. പക്ഷെ വഅഹ്ലുഹാ ഗാഫിലൂൻ. അപ്പൊ ലം യകുൻ റബ്ബുക മുഹ്ലിക്കൽ ഖുറ ഫീ ളുൽമിൻ. يعني إذا أهلك الله بغير حجة, بغير بحالة غفلة أهلها. അവിടുത്തെ കറിയത്തിലെ ആൾക്കാർ ഗഫലത്താണെങ്കിൽ, അവർക്ക് വിവരം കിട്ടിയില്ലെങ്കിൽ, ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ അവരെ നശിപ്പിച്ചാൽ അതെന്തായിരിക്കും? അത് അള്ളാഹിന്റെ ഭാഗത്തുള്ള ദുൽമായിരിക്കും. അങ്ങനെ അള്ളാഹ് ദുൽമ ചെയ്യുകയില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ജനങ്ങൾക്ക് അറിവ് ലഭിച്ചതിന് ശേഷം മാത്രമേ അവർ നശിപ്പിക്കുള്ളൂ. ജനങ്ങൾക്ക് എന്ത് വേണം? അറിവ് ലഭിക്കണം. അറിവ് ലഭിക്കുന്നതിന്റെ സിസ്റ്റം, രീതി എന്ന് പറയുന്നത് ഒന്ന് നുബുവത്തിലൂടെയാണ്. ഇപ്പോൾ എന്തായി? നുബുവത്തിലൂടെയും കിതാബിലൂടെയും അതേപോലെ മുജദ്ദിദുകളിലൂടെയും ലഭിക്കും. മുജദ്ദിദുകളിലൂടെ ചിലപ്പോൾ അമ്പിയാകളിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചുകൊണ്ട്, വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറിവ് നേടിക്കൊണ്ട് മുജദ്ദിദുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുൻതിറുകൾ ഉണ്ടാവും. ആ മുൻതിറുകളിലൂടെ അറിവ് ലഭിക്കും. ഇപ്പൊ എന്തായി? പ്രവാചകത്വ പരമ്പര അവസാനിച്ചു. ഇനി അള്ളാഹ് ഒരു നബി അയക്കുകയില്ല. മകാന മുഹമ്മദിൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബി. വലാകിൻ റസൂലുള്ളാഹി അല്ല, റസൂലല്ലാഹി. ലാകിൻ ഇന്നയുടെ സഹോദരിയാണ്. വലാകിൻ റസൂലല്ലാഹി വഖാതമ നബിയ്യീൻ. ഖാതമ ലാകിന്നയുടെ വാവ് അത്ഫ് കൊടുത്തു. ഹിഫ്ളാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹിഫ്ളാക്കിയാലേ ആയത്ത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഖാതമൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ അന്ത്യ കണ്ണിയാണ്. ഇനി ഒരു നബി വരാനില്ല. ഇനി ആ നബിയുടെ ചര്യകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നബിയുടെ ഒരു വ്യക്തിയുടെയും ചര്യകൾ, ഘടനകൾ, ജീവിത രീതികൾ ഇതേപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ചലനങ്ങളും, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹം കഴിച്ചത് തന്നെ ഒരു രീതിയിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതവും വൈവാഹിക ജീവിതവും അതേപോലെ ജനങ്ങളുള്ള സഹകരണവും പിന്നെ ഭരണവും അതേപോലെ, അതായത് ഉമ്മത്തിന് മേൽനോട്ടം നൽകുന്നതും സമൂഹത്തിലെ സ്ഥാനവും. അവിടെ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു, അതേപോലെ ജൂത സമൂഹം ഉണ്ടായിരുന്നു. എല്ലാം അടങ്ങുന്ന ഒരു നാടിനെ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു. പിന്നെ രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചു, അവരോടുള്ള ഇടപാടുകൾ നടത്തി. അപ്പം അന്തർദേശീയ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഇതെല്ലാം സുവ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി ജനങ്ങൾ ഗാഫിലാവുക എന്ന് പറഞ്ഞാൽ കുറ്റക്കാരാണ്?
ജനങ്ങൾ ഗാഫിലായാൽ കുറ്റങ്ങൾ നമ്മളാണ്. കാരണം അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കെ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞു. പിന്നീട് പണ്ഡിതന്മാരാണ്. വിഭവത്തിന് ശേഷം പിന്നെ പണ്ഡിതന്മാരുണ്ട്. ആ ഉലമാ എന്ത് ചെയ്യണം? സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. സാധാരണക്കാരെയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ജനങ്ങൾ അശ്രദ്ധരാണെങ്കിൽ അവരെ നശിപ്പിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം ലമ്യക്കുർ റബ്ബുക മുഹ്ലികൽ ഖുറാ ബിളുൽമിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അക്രമപരമായിട്ട് അങ്ങനെ ചെയ്യുകയില്ല എന്നാ പറഞ്ഞത്. വഅഹ്ലുഹാ ഗാഫിലൂൻ. ലാകിൻ വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു. ലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു. ഒരു ഗ്രേഡ് കിട്ടണമെങ്കിൽ അതെന്തായിരിക്കണം? അയാൾ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടൂല. അയാൾക്ക് ഗ്രേഡ് കിട്ടണമെങ്കിൽ ദറജാത്ത് എന്താ? ഗ്രേഡ്, ദറജാത്ത്, ഗ്രേഡുകൾ, പദവികൾ. സ്വർഗത്തിലെ പദവി പറയുമ്പോഴാണ് ദറജാത്ത് പറയുന്നത്. നരകത്തിലെ പദവി പറയുമ്പോൾ ദറക്കാത്താണ് പറയുന്നത്. മിന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിലെ പദവി പറയുമ്പോൾ എന്താകും? നരകത്തിലെ പദവി താഴോട്ടാണ് ഏറ്റവും വലിയ പദവി വരുന്നത്. സ്വർഗത്തിലെ പദവിയോ മുകളോട്ടാണ്. അപ്പോ താഴോട്ടുള്ള താഴോട്ടുള്ള തട്ടുകൾ പറയുമ്പോൾ ദറക്കാത്ത് എന്ന് പറയും, മുകളോട്ടുള്ള തട്ടുകൾ പറയുമ്പോൾ ദറജാത്ത് എന്ന് പറയും. ഓരോരുത്തർക്കും പദവി മുകളിലോട്ട് കിട്ടുന്നത് എന്തിന്റെ കാരണത്താലാണ്? ആക്ടിവിറ്റിയുടെ കാരണത്താലാണ്. ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയാണ് ഈമാന്റെ അനിവാര്യമായ ഘടകമാണ് ആക്ടിവിറ്റി. ഇല്ലല്ലദീന ആമനു വ അമിലു. അല്ലദീന എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ വിശ്വാസവും വേണം, ആക്ടിവിറ്റിയും വേണം. ആ ആക്ടിവിറ്റിയുടെ കാരണത്താലാണ് ഒന്നുകിൽ നഷ്ടത്തിലോ അല്ലെങ്കിൽ വിജയത്തിലോ അവർ എത്തിച്ചേരുന്നത്. പിന്നെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നാൽ അവർ ആ വിജയത്തിൽ നിന്നും ആ വിജയത്തിൽ പല ദറജയിലായിരിക്കും, പല ഗ്രേഡിലായിരിക്കും. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അവരെ എല്ലാ ആക്ടിവിറ്റികളെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനല്ല. ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. വറബ്ബുകൽ ഗനി ദുർ റഹ്മ. അവൻ സമ്പന്നനാണ്. അവന് നമ്മുടെ ആക്ടിവിറ്റി ഒന്നും വേണ്ട, നമ്മളെ ദിക്റും സലാത്തും ഇബാദത്തും ഒന്നും വേണ്ട. മലക്കൾ പറഞ്ഞല്ലോ അല്ലാഹുവോട്, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. എന്തിനാണ് ഭൂമിയിൽ ഇപ്പൊ പുതിയൊരു വിഭാഗത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്? ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്യാനും തസ്ബീഹ് ചെയ്യാനും തഖ്ദീസ് ചെയ്യാനും ഉണ്ടല്ലോ. അപ്പോ അതിന് മലക്കുകളുണ്ട്. മലക്കുകളെന്ന് ഏറെയാണ്. ഇനി അതിന്റെയും ആവശ്യം അള്ളാഹ്ക്കില്ല. അള്ളാഹ് ഖനിയാണ്. അള്ളാഹ് എല്ലാം കൊണ്ടും ഐശ്വര്യവാനാണ്. നമ്മളൊന്നും അള്ളാഹ്ക്ക് പോസിറ്റീവ് സംഗതി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അപ്രീസിയേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അള്ളാഹ്ന്റെ മികവ് തെളിയിക്കാൻ. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മറ്റുള്ളവർ പോസിറ്റീവ് എനർജി തരുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഇങ്ങനെ വർദ്ധിക്കും, അല്ലെ? നമ്മൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു എനർജി വർദ്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു പ്രത്യേകത കൂടും. നേതൃത്വ പദവിയിലെത്തുമ്പോൾ മറ്റുള്ളവർ നേതാക്കളാണെന്ന് അംഗീകരിക്കുമ്പോൾ ഇൻകിലാബ് അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് സിന്ദാബാദ് വിളിക്കുമ്പോൾ എന്താ ഒരു തോന്നൽ അവർക്കുണ്ടാവും. പക്ഷെ അള്ളാഹെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നുമില്ല. അള്ളാഹ് ഖനിയാണ്, അള്ളാഹ് ഐശ്വര്യവാനാണ്, സമ്പന്നനാണ്. ദുർ റഹ്മ, അവൻ താഴോട്ട് കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നവനുമാണ്. യുദ്ഹിബുക്കും. ഇസ്ലാം യുദ്ഹിബുക്കും. അപ്പൊ എന്തുകൊണ്ടാണ് യശന് ജസ്മ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതേപോലെ യുദ്ഹിബിന് ജസ്മ് ചെയ്തിരിക്കുന്നത്? ഇത് ഷർത്തിയ, ഇൻ അഷർത്തിയ, കണ്ടീഷണൽ ഇൻ. തജ്സിമു ഫിഅലൈൻ. എന്താണ്? രണ്ട് ഫീലുകൾക്ക് ജസ്മ് ചെയ്യും. യശ അള്ളാഹ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് യശന്റെ ഒറിജിനൽ എന്താണ് ശരിക്കും? ഇന്നില്ലെങ്കിൽ
യശാഉ. ഷാ യശാഉ യശാഉ യശാഉ. അപ്പൊ മധ്യത്തെ അലിഫ് പോയ എന്തുകൊണ്ടാണ്? ഇന്ന് വന്നാൽ ബിസബബി ഇൽത്തിഖാഇ സാക്കിനൈൻ. യശാ മധ്യത്തെ അലിഫ് പോയത്, യശാന്റെ അലിഫ് പോയത് ബിസബബി ഇൽത്തിഖാഇ സാക്കിനൈൻ, രണ്ട് സുക്കൂൻ ഒരുമിച്ച് ഒന്നുകൊണ്ട്. യുസ്ഹിബുക്കും. അപ്പൊ ദഹബയെ എന്താക്കി? മുതഅദ്ദിയാക്കി. ദഹബയെ മുതഅദ്ദി. അത് പിന്നെ ദഹബ എന്ന് പറഞ്ഞാൽ പോയി. എന്താണ്? അത് കർമ്മം ആവശ്യമില്ലാത്തതാണ്, ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിനെ ട്രാൻസിറ്റീവ് ആക്കാൻ ഹംസ് കൊടുക്കണം. നസല ഗ്രൂപ്പിനെ അഞ്ചല ഗ്രൂപ്പ് ആക്കിയാൽ ട്രാൻസിറ്റീവ് ആവും, അല്ലെങ്കിൽ സബ്ബഹ ഗ്രൂപ്പ് ആക്കിയാലും ട്രാൻസിറ്റീവ് ആവും. അപ്പൊ ദഹബയെ അദ്ഹബയാക്കി. അങ്ങനെ ഉദ്ദേശിച്ചാൽ യുസ്ഹിബുക്കും, നിങ്ങളെ പോക്കിക്കളയുമായിരുന്നു. വയസ്തഖ്ലിഫ്, ഇസ്തഖ്ലഫ പകരം കൊണ്ടുവരും. പ്രതിനിധിയാക്കും എന്ന് പറഞ്ഞില്ല, ഖലീഫയാക്കും എന്ന് പറഞ്ഞില്ല, പ്രതിനിധിയാക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? അദ്ഹബ പോക്കി കളഞ്ഞാൽ പിന്നെ പ്രതിനിധിയാക്കുകയല്ല, പകരം കൊണ്ടുവരും. മിൻ ബഅദിക്കും മാ ഹിയ ഹുക്മു തജ്വീദ് ഹാഹുന? ഇഖ്ലാബ്. വ ഇഖ്ലാബ്. ഇഖ്ലാബ് വ ഇഖ്ലാബ്. വയഖ്ഫാ. الإقلاب وبعدها الإخفاء. تقلب النون إلى الميم മീം. ثم يخفى. പിന്നീട് يخفى ചെയ്യപ്പെടും. إذا أتى ميم الساكنة قبل الباء تخفى. يقال يخفى الشفوي. അതിനെ പറയപ്പെടുന്നതാണ് ഷഫവി, ചുണ്ടിൽ യഖ്ഫ ആക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ മിൻ ബഅദിക്കും ബിഫത്ഹിൻ ഖലീലിൻ, ദിഖത്തിൻ വളരെ നേർത്ത ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, ഒരു പേപ്പർ കടന്നു പോകാനുള്ള. അപ്പോൾ അത് രണ്ട് ചുണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. മിൻ ബഅദിക്കും മാ യശാ വയസ്തഖ്ലിഫ് മിൻ ബഅദിക്കും, നിങ്ങൾക്ക് ശേഷം മാ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ പകരം കൊണ്ടുവരും. കമാ അൻശഅകും മിൻ ദുർരിയ്യത്തി ഖൗമിൻ ആഖരീൻ, നിങ്ങളെ കൊണ്ടുവന്നു വേറൊരു പരമ്പരയ്ക്ക് ശേഷം, ദുർരിയ്യത്ത് സന്തതി പരമ്പരയ്ക്ക് ശേഷം, ഖൗമിൻ ആഖരീൻ മറ്റൊരു ഖൗമിന് പകരം ശേഷമാണ് നിങ്ങളെ കൊണ്ടുവന്നു. അൻശ എന്താണ്? നിർമ്മിച്ചു, ഉണ്ടാക്കി, നിങ്ങളെ ഉണ്ടാക്കി. ബഅദ മിൻ ദുർരിയ്യത്തി ഖൗമിൻ ആഖരീൻ, മറ്റു സമൂഹത്തിൽ നിന്നാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മറ്റൊരു സമൂഹം പോയിട്ട് നിങ്ങൾ വന്നു, ഇനി നിങ്ങൾ വേറെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ടുവരും. നമ്മളെന്താ പ്രശ്നം? നമ്മളവിടെ വാതിൽക്കൽ നിൽക്കുകയാണ്. കുറെ ആൾക്കാർ വരാത്തൊന്നുണ്ട്, അവരിങ്ങനെ കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് തള്ളിക്കയറാൻ കാത്തിരിക്കുകയാണ്. വരാതിരിക്കാനുള്ള കാരണം എന്താ? ജൂമാരെ കൂടെയൊക്കെ എങ്ങനെയാ ചെന്ന് ചേരുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇസ്ലാമിനെ കിതാബിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, കിതാബിൽ നിന്നും ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ശരിക്കും അവര് നമ്മളിൽ നിന്നും കണ്ടുപഠിക്കേണ്ടതായിരുന്നു. നമ്മളെ കണ്ടിട്ട് ഇസ്ലാം പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കിതാബിൽ നിന്നും ഇസ്ലാമിനെ കണ്ടുപഠിക്കും. ഇപ്പൊ ഇങ്ങനെ ഇരുന്നാൽ നേൽത്തുമ്പിലെല്ലാം കിട്ടും. ഇതാണ് ഇസ്ലാമിന്റെ സവിശേഷത, അതിന്റെ എന്ന് ഒഴിച്ചു നോക്കിയാൽ എല്ലാം കിട്ടും, എന്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ എല്ലാം കിട്ടും, എല്ലാം അവിസ്തരം കിട്ടും. അപ്പൊ ആ വിരൽത്തുമ്പുകളിലൂടെ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോ ഇതാണ് ആൾക്കാർ. ഇവന്മാരൊക്കെ പോയിരുന്നെങ്കിൽ നമുക്ക് ശരിയായിട്ടൊന്ന് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. നമ്മളവിടെ നിൽക്കുന്നതുകൊണ്ട് അവരിങ്ങോട്ട് കടന്നു വന്നാൽ എന്ത് ചെയ്യും? ഓ, നീ വന്നിരിക്കുന്നത് പുതിയ ഇസ്ലാം പഠിപ്പിക്കാമെന്ന് ചോദിക്കും. കാരണം നമ്മുടെ മേലാളത്വം, ആൾത്തിത്വം, നമ്മുടെ നേതൃത്വമൊക്കെ നഷ്ടപ്പെടും അല്ലേ? ഏതൊരു സമൂഹവും ഏതൊരു സംഘടനയും സംവിധാനവും വികസിക്കുമ്പോൾ നേതൃത്വങ്ങൾ നഷ്ടപ്പെടും. എല്ലാവർക്കും നേതാവാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കുന്ന സംഭവം അതാണ്. എല്ലാവർക്കും നേതാവാകാൻ പറ്റില്ല, എല്ലാവർക്കും കരിഷ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും
അല്ലെങ്കിൽ പദവികൾ, ഈ ലോകത്തെ പദവികൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അടുത്തയാൾ വരുമ്പോ അടുത്തയാൾ നമ്മളെക്കാളും അല്പം മികവ് പുലർത്തിയാൽ നമ്മൾ അയാളെ എന്ത് ചെയ്യും? സൈഡാക്കും, കോർണറൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വരാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളങ്ങോട്ട് മാറിക്കൊടുത്താൽ അവർ കേൾവി വരും. ഒന്നുകിൽ നമ്മളെ മാറ്റും അല്ല. ഈ സുഹൃത്തെ നമ്മൾ പഠിച്ചല്ലോ, ഈ സുഹൃത്തെ ഇതിൽ പഠിച്ചില്ലേ? പകരം يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين. പാരം കൊണ്ടുവരുന്ന ആൾക്കാർ എന്തായിരിക്കും? മൻ യർത്തദ്ദ മിൻകും അൻ ദീനിഹി, തന്റെ ദീനിൽ നിന്നും ആരെങ്കിലും പിന്നോക്കം പോവുകയാണെങ്കിൽ ഫസൗഫ യഅതി അല്ലാഹു ബിഖൗമിൻ, അല്ലാഹ് വേറൊരു ഖൗമിനെ കൊണ്ടുവരും. യുഹിബ്ബുഹും, അവരെ അല്ലാഹ് അവൻ ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, അവർ അല്ലാഹയെ ഇഷ്ടപ്പെടും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, അവരിങ്ങനെ മേലാളന്മാരെ നടിച്ചല്ല നിൽക്കുക, അവര് പ്രതാപം നടിച്ചുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മുന്നിൽ അവരെന്തായിരിക്കും? വിനയാന്വിതരായിരിക്കും. പിന്നെ അവർ നെഞ്ചു വിളർത്ത് നിൽക്കുന്നത് എവിടെയാണ്? അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുന്നിൽ അവർ പ്രതാപത്തോട് നിൽക്കും. നമുക്കെന്താ വേണ്ടത്? നമ്മൾ മുസ്ലിം സമൂഹത്തിൽ മികവ് പുലർത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ മാറ്റിയിട്ട് വിശ്വാസികളുടെ മുന്നിൽ വിനയാന്വിതരായും അവിശ്വാസികളുടെ മുന്നിൽ, ഈ ഉമ്മത്തിലേക്ക് ചേരാത്തവരുടെ മുന്നിൽ പ്രതാപത്തോടു കൂടി നിൽക്കുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരും. അവൻ ഉദ്ദേശിക്കുന്നവരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നവരാരാണെന്ന്. എന്ത് വേണം? അള്ളയെ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടുവരണം. വിശ്വാസികളോട് എന്താണ്? നൈർമല്യത്തോടു കൂടി വിനയത്തോടു കൂടി പെരുമാറുന്നവരെ വേണം. നിങ്ങളെ പകരം കൊണ്ടുവന്നു. കാരണം ബനു ഇസ്രായേൽ ആയിരുന്നു നേതാക്കന്മാർ നേരത്തെ. അവരെന്ത് ചെയ്തു? അവര് ഷഹാദത്ത് നേരെ ചൊവ്വെ പുലർത്താത്തത് കൊണ്ട്, അത് പാലിക്കാത്തത് കൊണ്ട് അവരെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ബനു ഇസ്രായേലിന് പകരം ബനു ഇസ്മായിലിനെ കൊണ്ടുവന്നു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നവരെ ബൈത്തുൽ അത്തിയക്കിലേക്ക് കൊണ്ടുവന്നു, അഥവാ കഅബയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. അവരെ അങ്ങോട്ട് തിരിച്ചു, അവരെ ഖിബ്ല അങ്ങോട്ടാക്കി. എന്തിനാ? അവര് ഷഹാദത്ത് ശരിയായ രീതിയിൽ പാലിക്കാത്തതുകൊണ്ട്. അപ്പോ ഇപ്പൊ ഷഹാദത്ത് പാലിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നേതൃ പദവി ബനു ഇസ്മായിലിനാണ്. ഇനി വേറൊരു സമൂഹത്തെ കൊണ്ടുവരും നിങ്ങൾ ശരിക്കും പുലർത്തിയില്ലെങ്കിൽ. അല്ല 2, 4, 6 വരെ നീട്ടാം. ആത്ത് എന്നുള്ളത് താഴെ വഖഫ് ചെയ്യുമ്പോൾ വഖഫിന് മുമ്പ് ഹർഫ് മദ്ദാണെങ്കിൽ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് അക്ഷരത്തിന് ഫത്ഹ തൻവീൻ അല്ലാതിരിക്കുകയും ലീനൊന്നുമല്ല. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് ഫത്ഹ തൻവീൻ അല്ലാതിരിക്കുകയും അതിന് മുമ്പുള്ളത് ഹർഫ് മദ്ദായിരിക്കുകയും ചെയ്താൽ, ഹർഫ് മദ് ലീനല്ല കേട്ടോ. ഹർഫ് മദ് എന്ന് പറഞ്ഞാൽ അൽഫ് വാവ് യാ ബിദൂനി സുക്കൂൻ ഹയ്യൻ, സുക്കൂൻ ഹയ്യ ഉണ്ടെങ്കിലാണ് എന്താകുന്നത്? മദ് ലീനാകുന്നത്. ഖൗഫ് പോലെ, ഖുറൈശ് പോലെ. ഖൗഫ് വാവിന് ഹർഫ് മദ്ദാണ്, പക്ഷെ അതുണ്ട് സുക്കൂൻ ഹയ്യുണ്ട്. അതേപോലെ ഖുറൈശ് വരുമ്പോ യാ ഹർഫ് മദ്ദാണ്, അതിനെന്തുണ്ട്? അതിന് സുക്കൂൻ ഹയ്യുണ്ട്, മയ്യിത്തല്ല. അപ്പൊ ഹർഫ് മദ്ദിന്റെ അക്ഷരമാണെങ്കിൽ ആ മദ്ദിന്റെ അക്ഷരത്തിൽ എന്ത് ചെയ്യും? മദ്ദിന്റെ അക്ഷരം 2 ദീർഘിപ്പിച്ച് നിർത്താം, അല്ലെങ്കിൽ 4 ദീർഘിപ്പിച്ച് നിർത്താം, അല്ലെങ്കിൽ 6 ദീർഘിപ്പിച്ച്. നമ്മൾ ഞാൻ പറയാണ്, തീർച്ചയായിട്ടും ഈ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വരിക തന്നെ ചെയ്യും. എന്ത് ചെയ്യണം? ഉദ്ധാനത്തിൽ നിർത്തണം. ഉദ്ധാനം അവധാനമില്ലേ? ചെറിയ ബദനീസയൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണ്?
നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ഓക്കെ, അത് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണോ അത് വരിക തന്നെ ചെയ്യും. അതെന്താണ്? അൽ ഖിയാമത്ത്, ഹയാത്തുൽ ആഖിറ, പരലോക ജീവിതം, അതേപോലെ അൽ ഹിസാബ്, വിചാരണ, പുനരുദ്ധാനവും വിചാരണയും രക്ഷാശിക്ഷകളെയും അൽ ജന്നത്തു വന്നാറും, ഇതെല്ലാം എന്താണ്? മാത്തു അതും നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. നിങ്ങൾ മുഅ്ജിസീൻ, അൽജസ, അശക്തരാക്കി, അശക്തമാക്കി, ശക്തിയില്ലാതാക്കി. അൽജസ ശക്തിയില്ലാതാക്കി. അപ്പൊ മുഅ്ജിസ് ശക്തിയില്ലാതാക്കുന്നവൻ, മുഅ്ജിസീൻ ശക്തിയില്ലാതാക്കുന്നവർ, അശക്തരാക്കുന്നവർ. അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്ക് അള്ളയെ എന്നവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അശക്തമാക്കാൻ കഴിയില്ല. അൻതും ബിമുഅ്ജിസീൻ, അപ്പൊ നിങ്ങൾക്ക് അള്ളയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അള്ളാഹ് കൊണ്ടുവരുന്ന ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹ് കൊണ്ടുവരുന്ന വസ്തുതകൾ, അള്ളാഹ് കൊണ്ടുവരുന്ന അള്ളാഹുടെ നടപടിക്രമങ്ങൾ, അതിനെയൊന്നും മാറ്റിവെക്കാനോ പിന്തിപ്പിക്കാനോ അതൊന്നും ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹിന്റെ നടപടിക്രമം എന്താണ്? സുന്നത്തല്ലാഹിൽ ലത്തി ഖദ് ഖലത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അതിന്റെ നടപടിക്രമമുണ്ട്. ഖദ് ഖലത്, നടന്നുപോയ കഴിഞ്ഞുപോയ നടപടിക്രമങ്ങളുണ്ട്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. ഒരു തഹ്വീലും ഒരു തബ്ദീലും കാണാൻ പറ്റില്ല. ആ നടപടിക്രമം അങ്ങനെ തന്നെ നടക്കും. ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടന്നത്. സൂറത്ത് ബുറൂജിൽ പറഞ്ഞില്ലേ? സൂറത്ത് ബുറൂജിൽ എന്താ പറഞ്ഞത്? ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വിശ്വാസികളെ തീക്കുണ്ടത്തിലേക്ക് വലിയ 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 അഗാധമായ അഗ്നി കുണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓരോ വിശ്വാസികളെയും എടുത്തെറിഞ്ഞിട്ട് അതിനെ ഇദ്ഹും അലൈഹാ ഖുഊദ്, അതിന്റെ സൈഡിൽ ഇരുന്ന് ആഹ്ലാദിച്ച് സന്തോഷിച്ച് കൈകൊട്ടിച്ചിരിച്ച ആൾക്കാരുണ്ട്. അവരെയൊക്കെ പിന്നീട് കൊണ്ടുവരും എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് മാരകം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പോലെ അതിതീവ്രമായ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നശിപ്പിക്കുന്ന ആൾക്കാരെ നശിപ്പിച്ചിട്ടും അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ബന്ദികളുടെ ജീവൻ കൊണ്ടാണ് പന്താടുന്നത് എന്ന് പറഞ്ഞു എന്ന് അവര് പരസ്യം കൊടുത്തു. എന്നിട്ട് പോലും അവരുടെ ഒളിത്താവളങ്ങളോ അവരുടെ താവളങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 10,000-കണക്കിന് ആൾക്കാരെ കൊന്നിട്ടും 65,000-75,000 കഴിപ്പോയി. അപ്പോ അതെന്താണ്? സുന്നത്തുല്ലാഹി, നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അന്തും ബിമുഅ്ജിസീൻ, ആ നടപടിക്രമത്തെ ഒന്നും മാറ്റിമറിക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ തടയാനോ ഒന്നും നിങ്ങൾ അതിനെയൊന്നും അശക്തരാക്കുന്നവരല്ല നിങ്ങൾ. നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കാൻ കഴിവുള്ളവരല്ലേ? നിങ്ങൾക്ക് അള്ളാഹെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഖുൽ യാ ഖൗമി അഅ്മലു, ഖുൽ പറയൂ യാ ഖൗം. ഈ ഖുൽ എന്ന് പറയുന്നിടത്ത് എല്ലാ സ്ഥലത്തും നബിയെ പറയുക എന്നതാണ് നബിയോട് വഹി നൽകുമ്പോഴുള്ള അഡ്രസ്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഖുർആൻ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഖുർആൻ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വായനക്കാരന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രഥമമായ ലക്ഷണമാണ് അല്ലെങ്കിൽ പ്രഥമമായ ക്വാളിഫിക്കേഷൻ എന്ന ആട്രിബ്യൂട്ടാണ് ഖുർആനെ അവതരിച്ച പശ്ചാത്തലത്തിൽ പരിമിതമാക്കാതിരിക്കുക. ഖുർആനെ അവതരിച്ച പശ്ചാത്തലത്തിൽ പരിമിതമാക്കാതിരിക്കുക. ഇപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? നമ്മളോട് പറയുന്നത് ഇപ്പോൾ നീ പറയൂ, ഖുൽ യാ നബി എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക എന്ന് പറഞ്ഞു അല്ലേ?
യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക എന്ന് പറഞ്ഞില്ല. അപ്പൊ യാ അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ എന്ന് പറഞ്ഞു. അപ്പൊ നബിക്ക് മാത്രമാണ് അത് ബാധകമായിട്ടുള്ളത്. ഇപ്പൊ ഖുൽ എന്ന് പറഞ്ഞാലോ, എന്തുകൊണ്ട് ഖുൽ യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞില്ല? യാ അയ്യുഹർ റസൂൽ ഖുൽ എന്ന് പറഞ്ഞില്ല. അപ്പൊ അതെന്താണ്? വിത്തൗട്ട് എനി ലിമിറ്റേഷനാണ്. അവിടെ നിരുപാധികം പറയുകയാണ്. ഖുൽ പറയൂ, യാ ഖൗം എന്റെ സമൂഹമേ. യാ ഖൗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാ ഖൗം മാ മാന യാ ഖൗമി. എന്റെ ജനങ്ങളെ, എവിടെ എന്റെ എന്നുള്ളത്? അതിന് യാ മുത്തക്കല്ലിം. കൗമിയുടെ മുത്തക്കല്ലിമുണ്ട്. യാ അൽ മുത്തക്കല്ലിം മഹ്ദൂഫ്. മഹ്ദൂഫ് എന്നാ പറയുക. ഞാൻ എന്താണ് അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്? കൈഫ നഅലം അന്നഹ മഹ്ദൂഫ് വൈന അലാമത്ത്. എന്താണ് മാഹിയൽ അലാമത്ത്? എന്താണ് അടയാളം അത് പോയെന്നുള്ളതിന്? മീമിന് കസറ് വന്നിട്ടുണ്ട്. അത് കസ്റത്ത്. അല്ലെങ്കിൽ യാ ഖൗം യാ വിളിച്ചുകൊണ്ട് അഡ്രസ് ചെയ്താൽ എന്താ വരേണ്ടത്? യാ അഹ്മദു. യാ അഹ്മദു എന്ന് ഒരാളെ വിളിക്കുകയാണെങ്കിൽ യാ അഹ്മദു. യാ ഖൗമു എന്നാണ്. യാ ഖൗമു സമൂഹമേ. അല്ലെങ്കിൽ യാ ഖൗമ നൂഹിൻ നൂഹിന്റെ സമൂഹമേ. അല്ലെങ്കിൽ യാ ഖൗമ ഒന്നുകിൽ യാ ഖൗമ എന്ന് പറയണം, അല്ലെങ്കിൽ യാ ഖൗമു എന്ന് പറയണം. ഖൗമിന് വേറെ ഏതെങ്കിലും ഇവിടെ അറ്റാച്ച് ചെയ്താൽ ഇളാമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ യാ ഖൗമ നൂഹിൻ നൂഹിന്റെ സമൂഹം. യാ ഖൗമ ഇബ്രാഹിം, അങ്ങനെ അതുപോലെ എന്തെങ്കിലും പറയാം, ചേർത്ത് വരാം ഇളാമത്ത് വന്നാൽ. ഇളാമത്ത് ഇല്ലെങ്കിൽ യാ ഖൗമു യാ അഹ്മദു എന്നാ പറയാ. ഇവിടെ മജ്റൂറാണ്, അല്ലെങ്കിൽ ഇവിടെ മക്സൂറാണ്, മജ്റൂർ അല്ല മക്സൂറാണ് എന്നതിന് എന്തുകൊണ്ടാ? ഖൗമീ എന്നാണ്. യാ അൽ മുത്തക്കല്ലിമിന്റെ ശേഷിപ്പാണത്. ലക്കും ദീനക്കും വലിയ ദീനി. അവിടെ യാ ഇല്ല, യാ മഹ്ദൂഫ്. അത് അറിയാം, അത് മനസ്സിലാക്കപ്പെടും. കസർ കിടക്കുന്നതുകൊണ്ട് മനസ്സിലാക്കപ്പെടും. ഖൗമി അമലു അലാ മകാനതികും. എന്റെ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ മക്കാനത്ത് എന്താ? നിലപാട്, നിലപാട് എഴുതിത്തന്നിരിക്കുന്ന നിലപാടെന്ന്. സ്ഥാനം, സ്ഥാനം. കാന മക്കാന മക്കാൻ സ്ഥാനം. അലാ മക്കാനത്തിക്കും, നിങ്ങളുടെ മക്കാനത്തനുസരിച്ച് നിങ്ങൾ പണി ചെയ്തോളി. നിങ്ങളെ സ്ഥാനം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് സ്ഥാനത്താണ് ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതനുസരിച്ച് പണിയെടുക്കും. ഇനി ആമില് ഞാൻ വേറെ ചില ആക്ടിവിറ്റി ചെയ്യും, നിങ്ങളെ പണിയെടുത്തോളി, ഞാൻ എന്റെ ആക്ടിവിറ്റി ചെയ്യും. ഇനി ആമില് ഇവിടെ ഇനി ആൽമര് വന്നല്ല, ഇനി ആമിൽ എന്നാണ്. ഇനി ആമിൽ ഞാനും പണിയെടുക്കും. ഫസൗഫ, ഞാൻ എന്റേതായ രീതിയിൽ പണി ചെയ്യുന്നു. ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കാലത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതനുസരിച്ച് നിങ്ങൾ പണിയെടുക്കും. പിന്നെ ഒരു കാര്യം, തസൗഫത്താലമൂൻ, നിങ്ങൾ മനസ്സിലാക്കും. തസൗഫത്താലമൂൻ, നിങ്ങൾക്ക് മനസ്സിലാവും. മൻ തകൂൻ ലഹു ആഖിബത്തുദ്ദാർ. പര്യവസാനം, അവസാനത്തെ ഭവനം ആർക്കുള്ളതാണ് എന്ന്. അവസാനത്തെ ഭവനം ആർക്കുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആഖിബത്തുദ്ദാർ, അവസാനം, അന്തിമ ഭവനം ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ വിജയിക്കുകയില്ല. അങ്ങനെ ബാഡ് ജയിക്കാവുന്നതാണ്. എന്താ പറയാ, സ്റ്റിക്കർ ഒട്ടിക്കുക. ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. തീർച്ചയായും ഒരു വസ്തുതയുണ്ട്. ഇന്നഹു, അതൊരു വസ്തുതയാണ്. ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ അവരെന്ത് ചെയ്യില്ല, അവരൊരിക്കലും ജയിക്കില്ല.
ജാലൂലില്ല. ഇനി വേറെ വിഷയത്തിലേക്ക് വരാം. അവരെന്തുകൊണ്ടാണ് വിജയിക്കാത്തത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ ശൈലി എന്താണ്, എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറയുന്നത്. ജാലൂലില്ലാഹി മിമ്മാ സറഅ മിനൽ ഹർസ്. ജാലൂ അവരാക്കി ലില്ല അള്ളാഹ്. മിമ്മാ സറഅ അവൻ, സറഅ എന്താണ്? അധികരിപ്പിച്ചു. ഖലഖ അധികരിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് സാധയാണ് അധികരിപ്പിച്ചത്. ഉം. സറഅ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു. അൻഷ അതെ, സൃഷ്ടിച്ചു. ഖലഖ അൻഷ എന്നൊക്കെയാണ് എന്റെ അർത്ഥം. മിനൽ അപ്പൊ അവൻ ഉണ്ടാക്കിയതായ ജാലൂലില്ലാഹി മിമ്മാ സറഅ അവൻ ഉൽപ്പാദിപ്പിച്ചതായ മിനൽ ഹർസി കൃഷിയാൽ. കൃഷിയിൽ നിന്നുവെന്നല്ല കേട്ടോ. കൃഷിയിൽ നിന്നും അവൻ ഉൽപ്പാദിപ്പിച്ചെന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്നും അവനല്ലാതെ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടോ? കൃഷിയിൽ നിന്നും അവൻ ഉൽപ്പാദിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്നും അവനല്ലാത്തവർ ഉൽപ്പാദിപ്പിച്ചതും ഉണ്ട് എന്ന് വരും. അങ്ങനെയല്ല, മറിച്ച് എന്താണ്? മിനൽ ഹർസി കൃഷിയാൽ. കൃഷിയാൽ അവൻ ഉൽപ്പാദിപ്പിച്ചത്, അവൻ ഉൽപ്പാദിപ്പിച്ചതിൽ അവർ ആക്കി. വൽ അൻആമി കേട്ടാ, മിനൽ ഹർസി വൽ അൻആമി കൃഷിയാലും കന്നുകാലികളാലും അവൻ നിർമ്മിച്ചതിനെ ജഅലൂ അവരാക്കി. എന്താക്കി? നസീബൻ ഓഹരിയാക്കി. അവരെന്ത് ചെയ്തു? ഷെയർ ഉണ്ടാക്കി വെച്ചു. അവരുണ്ടാക്കിയതാണ്. അള്ളാഹ് ഉൽപ്പാദിപ്പിച്ച കൃഷിയിലും കന്നുകാലികളിലും അവരെന്താക്കി? കുറെ ഷെയറുകൾ ഉണ്ടാക്കി. ഫഖാലു എന്നിട്ട് പറഞ്ഞു അതലില്ല, ഇത്രയും അള്ളാഹ്ക്കുള്ളതാണ്. ബിസഅമിഹിം സഅമ എന്താണ്? വാദിച്ചു. അവരുടെ വാദപ്രകാരം അല്ലെങ്കിൽ ജൽപ്പന പ്രകാരം എന്താക്കി? ഇത് അള്ളാഹ്ക്കുള്ളതാണ്. വഹാദാലി ശുറക്കാഇന ഇത്രയും ഷെയർ ഞങ്ങളുടെ ശുറക്കാഇനുള്ളതാണ്. ഇത് നമ്മളെ ലാത്തിനും ഉസ്സയ്ക്കും മനാത്തിനും അതേപോലെ വദ്, യഗൂസ്, യഊഖ്, നസ്ർ പോലുള്ളവയ്ക്കുള്ള. അതെ, ഷേഖ് അബ്ദുൽ ഖാദറിനുള്ളതാണ്. ഇത് ഷേഖ് വേറെ ആർക്കുള്ളതാണ്. അങ്ങനെ കുറെ ഷേഖന്മാരുണ്ടല്ലോ, ആ ഷേഖന്മാർക്കുള്ളതാണ് ഇത്. ഇത് അള്ളാഹ്ക്കുള്ളത്. അള്ളാഹ് കുറച്ച് കൊടുത്തു, കുറച്ച് ഷേഖന്മാർക്കും കൊടുത്തു. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇതെല്ലാം അള്ളാഹ്ക്കുള്ളതാണല്ലോ. ഇതെല്ലാം അള്ളാഹ് കൊടുക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഭൗതികമായ ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കിയെല്ലാം അള്ളാഹ്ക്കാണെന്ന് വിചാരിച്ചു. അള്ളാഹ്ക്കാണെന്നും കൊടുത്തൊന്നും എന്ത് ചെയ്യുന്നില്ല. അവിടെ എവിടെയും കുന്നുകൂടി കിടക്കുന്നില്ല. അവിടെ എവിടെയും ഖജാനയാക്കി എവിടെയും സ്റ്റോർ ചെയ്തിട്ടില്ല. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അള്ളാഹ്ക്കായിട്ട് കൊടുത്തതിനെ ട്രഷർ ആക്കി, പിന്നെ അല്ലെങ്കിൽ ലോഹമാക്കി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉൾപ്പെടെ ലോഹമാക്കി എവിടെയും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിലവറ തുറന്നില്ലേ, അവിടെ മോഷ്ടിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഒരിക്കലോ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഞാൻ എന്റെ ലാപ്ടോപ്പ് പുതിയ വാങ്ങിയത് 1 മാസത്തിനകം കേടായി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അന്ന് 67,000 രൂപയായിരുന്നു അത് വില. ഞാൻ പറഞ്ഞ് അപ്പൊ അത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ വിതിൻ 7 days മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ. 7 days കഴിഞ്ഞതുകൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്ത് തരുമെന്ന്. ഞാൻ പറഞ്ഞു റിപ്പയർ ചെയ്ത് തരുന്നു, ഓക്കെ, നിങ്ങൾ എടുത്തു പോകാൻ പറ്റില്ല, നിങ്ങളെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൊണ്ടുതരാൻ പറ്റില്ല. ഞങ്ങൾ വന്ന് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. എടുത്തിട്ട് പോകാനും പറ്റില്ല. നിങ്ങൾ എന്റെ പ്രസൻസിൽ അത് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അത് റിപ്പയർ ചെയ്യണം. ഞാൻ അതിന്റെ വീഡിയോഗ്രാഫർ. അപ്പൊ ഇതൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്ത് ചെയ്യാം? റിപ്പയർ ചെയ്യാൻ വേണ്ടി ആയിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് കിലോ കണക്കിന് കാണില്ല. അപ്പൊ ഇതെല്ലാം എന്താ സംഭവം? അത് ഈ ശുറക്കാനുള്ളതാണത്. ബാക്കി കുറച്ച് അള്ളാഹ്ക്കുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹ്ക്കുള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി നീക്കിച്ചത് ഒരു സ്ഥലത്തും ഇതില്ല, കെട്ടിക്കിടക്കുന്നില്ല. ഇതെല്ലാം ലിസ്റ്റ് പിടിച്ചത്. അപ്പൊ കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് ടണ്ണാണ് മാംസങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹദ്യ ചെയ്യപ്പെടുന്നത്, അറുത്ത് എന്ത് ചെയ്യുന്നത്. അതെല്ലാം എന്താണ്? റെഫ്രിജറേറ്റ് ചെയ്ത് അതിൽ അർഹരായ ആൾക്കാർക്ക് എന്ത് ചെയ്യണം? പാർസൽ ചെയ്യാൻ, അങ്ങോട്ട് അയച്ചു കൊടുക്കുക.
അവർ ദരിദ്രരായ രാഷ്ട്രങ്ങളിലും സ്ഥലങ്ങളിലേക്ക് അവിടെ ഒരു സ്ഥലവും ഇതില്ല, സംഗതി കെട്ടിക്കിടന്നു. ഒരു പറവ് അവിടെ എറിഞ്ഞിട്ട് കൂടിക്കിടന്നു. അപ്പൊ എന്തായിരുന്നാലും ഇവരെന്ത് ചെയ്തു? കുറച്ച് ആൾക്കാർ ഇത് അള്ളാഹ്ക്കുള്ളതാണ്, കുറച്ച് എന്നിട്ട് അള്ളാഹ് ആദ്യം പറഞ്ഞു വെച്ചത് എന്താണ്? മിമ്മാതറ, അവനുണ്ടാക്കിയതിൽ നിന്ന്, അള്ളാഹ് ഉണ്ടാക്കിയത്. അപ്പൊ ആ മിമ്മാതറ സൂചിപ്പിക്കുന്നത് എന്താണ്? അവർ തന്നെയും അംഗീകരിക്കുന്നു ഇത് അള്ളാഹ് ഉണ്ടാക്കിയത്. അതായത് ഭൂമി മുഴുവൻ അള്ളാഹയുടെ ആണെന്നും അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അള്ളാഹയുടെ ആണെന്നും അവർ അംഗീകരിക്കുന്നുണ്ട്. അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി അള്ളാഹയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ആ മഴ വർഷിപ്പിക്കുന്ന അള്ളാഹയാണെന്നും അതിൽ വിത്ത് മുളപ്പിക്കുന്ന അള്ളാഹയാണെന്നും എല്ലാം അവർ അംഗീകരിക്കുന്നു. ഇതെല്ലാവരും അംഗീകരിക്കുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട്, അതായത് മിമ്മാതറ ആദ്യം പറയാനുള്ള കാരണം അല്ല. എന്തുകൊണ്ടാണ് ജാലുല്ലാഹി മിമ്മാതറ ആദ്യം പറഞ്ഞത്? കാരണം ഇത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഹർസായിരുന്നാലും അന്നാമായിരുന്നാലും എല്ലാം അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹാണ് ഇതെല്ലാം സീനെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളത് അവര് അംഗീകരിക്കുന്നതാണ്. ഇതിനെന്ത് ചെയ്ത് ഒരു നസീബ് ഉണ്ടാക്കിയിട്ട് കാലു ഹാദാലില്ല, ഇതൊക്കെ അള്ളാന്റെയാണ്, ഹാദാലിച്ചുറക്കായ ഇത് ശേഖന്മാർക്കുള്ളതാണ്. എന്തായി? അങ്ങനെ ഒരു സംഭവം തന്നെ അഭിശപ്തമാണ്, ആക്ഷേപിക്കപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബിസാനിഹിം എന്ന് പറയുന്നത്, അവരുടെ വാദപ്രകാരം. മാക്കാനി ഷുറക്കാഹിം പിന്നെ പറഞ്ഞ സംഗതി എന്താണെന്ന് അറിയാമോ? മാക്കാന പിന്നെ വേറെ അവരുടെ വിശ്വാസത്തിന്റെ ഒരു കാര്യം പറയും. മാക്കാന അവർ ചെയ്തുകൊണ്ടിരുന്ന എന്താ പറയാ വിമർശിക്കപ്പെടേണ്ട, അഭിശപ്തമായ ആക്ഷേപിക്കപ്പെടേണ്ട ഒരു കാര്യം, ഒരു സംഗതിയുണ്ട്. അതെന്തായിരുന്നു? മാക്കാന ഷുറക്കാഹിം, അവരുടെ ഷുറക്കാഹിനുള്ളത്, ഈ ശേഖന്മാർക്കുള്ളത് ഫലാ യസിലു ഇലല്ലാ, അള്ളയിലേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ കൂടെ ഒമാക്കാന ലില്ലാഹി, അള്ളാഹ്ക്കുള്ളത് ഫഹുവ യസിലു ഇലാ ഷുറക്കാഹിം, അത് അവരുടെ ശേഖന്മാരിലേക്ക് എത്തുകയും ചെയ്യും. എത്ര മോശമാണ് അവരുടെ ഈ ജഡ്ജിമെന്റ്, അവരുടെ വിധി എത്ര മോശമാണ്. എന്താന്ന് ചോദിച്ചാൽ ഇവര് കുറെ ഷെയർ അള്ളാഹ് കൊടുത്തു, കുറെ ഷെയർ എന്ത് ചെയ്തു? ഷുറക്കാഹിന് കൊടുത്തു. അപ്പൊ അവര് കൃഷി എന്ന് വിചാരിച്ചു, അവരെ കൃഷിയിൽ ഒരു ഭാഗം ഒക്കെ ഇത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നേർച്ചയാക്കി, കുറച്ച് ഭാഗം എന്ത് ചെയ്തു? ഇത് നമ്മുടെ ശേഖന്മാർക്ക് വേണ്ടി നേർച്ചയാക്കി, ഔലിയാക്കൾക്ക് വേണ്ടി കുറച്ച് നേർച്ചയാക്കി. അപ്പൊ ഇങ്ങനെ ഒരു മഴ ഇങ്ങനെ വന്നു വിചാരിച്ചു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്താ സംഭവം വന്നു, അവിടെയുള്ള ഫാമിലുള്ള അഗ്രികൾച്ചറിന്റെ ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്തു? ഒലിച്ച് ഇപ്പുറത്തോട്ട് വന്നു. അപ്പൊ കിഴക്ക് ഭാഗത്തുള്ളത് ഒലിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി. കിഴക്ക് ഭാഗത്ത് എന്തായിരുന്നു? അള്ളാഹ്ക്കുള്ളതായിരുന്നു നേർച്ചയാക്കിയത്. പടിഞ്ഞാറ് ഭാഗത്തത് ഔലിയാക്കൾക്കുള്ളതായിരുന്നു. അപ്പൊ കിഴക്ക് ഭാഗത്ത് അവരെല്ലാം വിളവെല്ലാം എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ട് പോയി. അപ്പൊ എന്ത് ചെയ്തു? ശരി, അതെല്ലാം ഒഴിച്ചു പോയല്ലോ. ഒഴിച്ച് ഏതിലാണോ വന്നത് അതെല്ലാം നമ്മൾ ഔലിയാക്കൾക്ക് കൊടുത്തു. ഇനി നേരെ തിരിച്ചാണ്, കിഴക്ക് ഭാഗത്തത് ഔലിയാക്കുള്ളതാണ്, പടിഞ്ഞാറ് ഭാഗത്തത് അള്ളാഹ്ക്കുള്ളതാണെങ്കിലോ, അല്ലെങ്കിൽ അവിടെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ് ഒലിച്ചു ഒക്കെ ഉണ്ടായെങ്കിലോ, അല്ലെങ്കിൽ കാറ്റ് വീഴ്ച അവിടെ നിന്ന് ഇങ്ങനെ മരം മുറിഞ്ഞ് അങ്ങോട്ട് വീഴുകയും ചെയ്താൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള അള്ളാഹ്ക്കുള്ളത്, പടിഞ്ഞാറ് ഭാഗത്ത് ഔലിയാക്കുള്ളതാണ്. അപ്പൊ കിഴക്ക് ഭാഗത്തെ മരം എന്ത് ചെയ്തു? അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള മരം കിഴക്കോട്ട് ഒടിഞ്ഞു വീണു. അപ്പൊ അവിടെയുള്ള വിളവെല്ലാം അങ്ങോട്ട് പോയി. അപ്പൊ കിഴക്കോട്ട് പോകണം, കിഴക്ക് ഭാഗത്ത് എന്താണ്? അള്ളാഹ്ക്കുള്ളതാണ്, പടിഞ്ഞാറ് ഭാഗത്തത് ഔലിയാക്കൾക്കുള്ളത്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് വീണാല് അതെല്ലാം തിരിച്ചെടുക്കും. ഒന്നുകിൽ അതെല്ലാം തിരിച്ചെടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒടിഞ്ഞു വീണത് കുറെ ഉണ്ട്, അതെല്ലാം അവിടെ ഒടിഞ്ഞു വീണതും നേരത്തെ അവിടെ ഉണ്ടായിരുന്നതും എല്ലാം കൂടെ തിരിച്ചു കൊടുക്കും. ആർക്ക്? അതിനകത്ത്. അപ്പൊ അള്ളാഹുടെ കൊടുത്ത ഷെയറിൽ ഉള്ളത് ഒന്നും, അള്ളാഹ് കൊടുത്ത ഷെയറിൽ എന്തെങ്കിലും ഔലിയാക്കളുടെ ഷെയറിലേക്ക് പോയാൽ അതെല്ലാം ഔലിയാക്കളുടെ ഷെയറിലേക്ക് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വീണത് ഔലിയാക്കളുടെ ഷെയർ അള്ളാഹിന്റെ ഷെയറിൽ വീണാൽ അള്ളാഹിന്റെ ഷെയർ കൂടെ അടക്കം എന്ത് ചെയ്യും? ഔലിയാക്കൾ കൊടുക്കും. അള്ളാഹിന്റെ ഷെയർ പിന്നെ അള്ളാഹിന്റെ ഷെയറാണ് അങ്ങോട്ട് പോയതെങ്കിൽ അതൊന്നും ഒരിക്കലും റിട്ടേൺ ചെയ്യൂല, തിരിച്ചു കൊടുക്കുന്ന പരിപാടി. അവന്റെ പങ്കുകാരിലേക്ക് തന്നെ എത്തുന്നു. ഏത് നിലയ്ക്കാണെങ്കിലും ഒന്നുകിൽ കുറച്ച് പങ്കുകാരിലേക്ക് പോകും, അല്ലെങ്കിൽ പൂർണ്ണമായും പങ്കുകാരിലേക്ക് പോകും. അള്ളാഹിന്റെ ഭാഗത്തുള്ള കുറച്ച് പങ്കുകാർ ഔലിയാക്കളുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പോയത് അങ്ങോട്ട് പോയി. ഔലിയാക്കളുടെ ഭാഗത്തുള്ള അള്ളാഹിന്റെ ഭാഗത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് മൊത്തം എന്ത് ചെയ്യും? ഔലിയാക്കൾ കൊടുക്കും. അതാണ് പറഞ്ഞത്.
എന്നിട്ടാ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര മോശമാണ് നിങ്ങളുടെ ജഡ്ജിമെന്റ്, അവരുടെ ജഡ്ജിമെന്റ് എത്ര മോശമാണ്. ഷുറക്കായും ഫലായസിലല്ല, ഔലിയാക്കൾക്കുള്ളത് അള്ളാഹിന്റെ ഭാഗത്തേക്ക് എത്തുകയില്ല. ഒമാക്കാനിൽ ഇല്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടി തീരുമാനിച്ചതാണ്. ഹുവ യസിലു ഇലാ ഷുറക്കാഹിം, അത് ഔലിയാക്കളുടെ ഭാഗത്തേക്ക് എത്തും. അവിടെ എന്ത് ചെയ്തു? ആ നേർച്ചയാക്കപ്പെട്ടവരെ ഷുറക്ക എന്നാണ് പറഞ്ഞത്, ശിർക്ക് ചെയ്യപ്പെട്ടവർ എന്ന്. അപ്പൊ അങ്ങനെ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? എന്താണ്? ഷിർക്കാണ്. അതെന്താണ്? അതാണ് ശരീക്ക് ഷുറക്ക എന്ന് പറഞ്ഞത്. ശരീക്കിന്റെ ബഹുവചനമാണ് ഷുറക്ക. ശരീക്കിന്റെ ബഹുവചനം ഷുറക്ക, പങ്കാളി. അഷ്റക, പങ്കു ചേർത്തു, അങ്ങനെയുള്ളവൻ. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഷിർക്കാണ് എന്ന് ഈ ആയത്തിലൂടെ വെളിവായി. കാരണം എന്താണ്? എല്ലാം ഖാലിഖിനുള്ളതാണ്, സൃഷ്ടാനുള്ളതാണ്. സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ് ഇത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കാനേ പാടില്ല. പ്രതിഫലം ലഭിക്കും എന്ന അർത്ഥത്തിൽ അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കാൻ പാടില്ല. കദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന. ഇതെന്താണ് ഈ പറഞ്ഞത്? അവരുടെ വിശ്വാസപരമായ അന്ധവിശ്വാസം, വിശ്വാസപരമായ അനാചാരം അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ്. അവരുടെ വിശ്വാസപരമായ വ്യതിചലനമാണ്, വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇത്. പിന്നെ അവരുടെ ലൈഫിലുള്ള സംഭവം എന്താണ്? അവരുടെ ജീവിതത്തിൽ കദാലിക സയ്യന, അപ്രകാരം തന്നെ. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, ഇങ്ങനെയും ചിന്താഗതിയുണ്ട്. കദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന. ബഹുദൈവ വിശ്വാസികൾക്ക് അലങ്കൃതമാക്കി കാണിച്ചു കൊടുത്തു. അത് ഫാന്റാസ്റ്റിക് ആണ്, അടിപൊളിയാണ് എന്ന് കാണിച്ചു. ഖത്ല ഔലാദിഹിം, അവരുടെ ഭ്രൂണഹത്യക്ക്. അന്ന് ഭ്രൂണമായിരുന്നില്ല ഹത്യ ചെയ്തത്, അന്ന് കുഞ്ഞുങ്ങളെയാണ് ഹത്യ ചെയ്തത്. ഇന്ന് ജനിക്കാൻ പോലും അവകാശം കൊടുക്കുന്നില്ല. അപ്പൊ അതാണ് മനോഹരമാക്കി കാണിച്ചു കൊടുത്തു. കുട്ടികളില്ലാതിരിക്കലാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കലാണ് മനോഹരം എന്ന്, അതാണ് ഭംഗി, അതാണ് നല്ലത് എന്ന് കാണിച്ചു കൊടുത്തു. ആര് കാണിച്ചു കൊടുത്തു? ശുറക്കാഉഹും. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നത് ശിർക്കാണെങ്കിൽ, അള്ളാഹ് അല്ലാത്തവർ കൊടുക്കുന്ന നടപടിക്രമം പാലിക്കുകയാണെങ്കിൽ അതും ശിർക്കാണ്, അല്ലെ? ഖത്ല ഔലാദിഹിം ശുറക്കാഉഹും, അവരുടെ പങ്കാളികളാണ് അവർക്ക് അലങ്കൃതമാക്കി കൊടുത്തത്. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ നടപടിക്രമം, നിയമം സ്വീകരിക്കുകയാണെങ്കിൽ അതും എന്താണ്? ശിർക്കാണ്. ലിയുർദൂഹും, എന്തിനു വേണ്ടി? അർദ എന്താ അർത്ഥം? അഹ്ലക, നശിപ്പിച്ചു. ലിയുർദൂഹും, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണത്. വലിയൽബിസു അലൈഹിം ദീനഹും, യൽബിസു അലൈഹിം, ലബിസ യൽബസു എന്താണ്? അവർക്ക് ഇടകലർത്തി കൊടുക്കുന്നതിന്, പരസ്പര സാദൃശ്യമുള്ളതാക്കുന്നതിന്, സംശയങ്ങൾ ഉണ്ടാക്കുന്നതിന്. ദീനഹും, അവരുടെ ദീനിനെ അവർക്ക് എന്താണ്? മതത്തെ തന്നെ അവർക്ക് സംശയം ഉണ്ടാകും. ഇനി യൽബിസു ശരിയാണോ, അങ്ങനെയാണോ, ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് തോന്നലുണ്ടാക്കാൻ മാത്രം, തോന്നലുണ്ടാക്കത്തക്ക രീതിയിൽ മക്കളെ വധിക്കുന്നത് അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്നത് മനോഹരമാണ്, നല്ലതാണ് എന്ന് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തത് ശുറക്ക ആണ്. ശുറക്ക അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതിനെന്താണ്? ശിർക്കാണ് എന്നാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്? ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്. അങ്ങനെ വധിച്ചാൽ എന്താണ്? വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ലാ തഖ്തുലു എന്ന് ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുകയാണ്. ലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്.
നഹ്നു നർസുഖുഹും വഇയ്യാകും. അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും, അല്ല നിങ്ങൾക്ക് ഇയ്യാക്കും എന്ന് ചില സ്ഥലങ്ങളിൽ നഹ്നു നർസുഖുക്കും വഇയ്യാഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അവർക്കും ആഹാരം കൊടുക്കുന്നത് നാമാണ്. ചില സ്ഥലത്ത് നർസുഖുക്കും വഇയ്യാഹും, നർസുഖുഹും വഇയ്യാക്കും, അവർക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വിഭവങ്ങൾ ആഹാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് നിങ്ങൾ എവിടെ ജോലി ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഏത് വിദ്യാഭ്യാസം നേടി, ഏത് വിജ്ഞാനം നേടി, ഏത് അറിവ് നേടിക്കൊണ്ട് എന്ത് ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ വരുമാന മാർഗം കണ്ടെത്തുന്നത് എന്ന് നിങ്ങളുടെ ഉമ്മ പ്രസവിക്കുമ്പോൾ, നിങ്ങളുടെ അമ്മ പ്രസവിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അമ്മയോ അച്ഛനോ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയിട്ടാണ് നിങ്ങൾ, ഏത് രാജ്യത്ത് പോയിട്ട് ഏത് സ്പോൺസറിന്റെ കീഴിൽ അല്ലെങ്കിൽ ഏത് തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുക എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അത് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വയ്യാഹും, അവർക്കും നാം ആണ് ആഹാരം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുന്നത് ശുറക്ക ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ വിശ്വാസപരമായ കാര്യങ്ങൾ നിങ്ങളെ വ്യതിചലിപ്പിച്ചപ്പോൾ അത് ശിർക്കാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ വ്യതിചലിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അള്ളാഹ് അല്ലാത്തവരുടെ നിയമങ്ങൾ അനുസരിച്ചാൽ അതും ശിർക്കായി മാറുന്നു. ശുറക്ക ആണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എന്താണ്, ആ നിയമദാതാവ് നിങ്ങൾ പങ്കാളിയാക്കിയതുപോലെയാണ്. ഈ ഋതുഹും നിങ്ങൾ നശിപ്പിക്കുന്നതിനാണത്. നിങ്ങൾ ഏത് രീതി നശിപ്പിക്കും? നിങ്ങളുടെ ധാർമ്മിക അധപ്പതനത്തിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ മൂല്യച്യുതിയിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ വംശനാശത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മൂല്യമായും ധാർമ്മികമായും മൂല്യപരമായും നിങ്ങൾ എന്തെയും നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്, ഒരു മൃഗം പോലും എന്ത് ചെയ്യുന്നില്ല, ഈ പണി ചെയ്യുന്നില്ല. അത് മൃഗത്തിന്റെ പണിയേക്കാളും മോശമായ പണിയാണ്. അപ്പൊ നിങ്ങൾ മൂല്യമായി ധാർമ്മികമായി മൂല്യച്യുതിയിലും ധാർമ്മിക അധപ്പതനത്തിൽ നിങ്ങൾ അകപ്പെട്ടു. നിങ്ങൾ സന്താനഹത്യ ചെയ്തുകൊണ്ടിരുന്നാൽ സന്തതി, നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, പല രാഷ്ട്രങ്ങളിലും കുത്തക മുതലാളിത്ത രാഷ്ട്രങ്ങളിലൊക്കെ എന്ത് ചെയ്തു, മുതലാളിത്ത സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ എന്ത് ചെയ്തു, മക്കളില്ലാതിരിക്കുന്നവർക്ക് എന്ത് കൊടുത്തു, ആനുകൂല്യങ്ങൾ കൊടുത്തു. ഇപ്പോഴെന്താ ചെയ്യുന്നത്? നേരെ തിരിച്ച് മക്കൾ ഉണ്ടാക്കുന്ന അതേ രാഷ്ട്രങ്ങൾ സന്തതികൾ കുറയുന്നതിന് ഗ്രാന്റ് കൊടുത്തിരുന്ന ഗവൺമെന്റുകൾ എന്ത് ചെയ്തു, അതേ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ സന്തതികൾ വർദ്ധിപ്പിക്കുന്നതിന് ഗ്രാന്റ് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചത്? ലിയുർദൂഹും, നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണത്. നിങ്ങളുടെ സന്താനങ്ങളെ നശിപ്പിക്കുന്നത്, നിങ്ങളുടെ സന്താന വർധനവിനെ നശിപ്പിക്കുകയാണത്. അത് മുഖേന പുതിയ തലമുറ ഇല്ലാതാവുകയാണ്. അപ്പൊ തലമുറയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ലിഹുലിക്കൽ ഹർസവൻ നസ്ൽ എന്ന് പറഞ്ഞില്ലേ, ലിഹുലിക്കൽ ഹർസവൻ നസ്ൽ എന്ന് ആൽബക്കര നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അലൈഹിം ദീനഹും, നിങ്ങളുടെ ജീവിത ക്രമത്തിൽ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചത് നിങ്ങളെ ചെയ്യുമായിരുന്നില്ല. അവരെ ഇഫ്തിറാ ചെയ്യുന്നു. ഇഫ്തിറ എന്താണ്? അവർ കെട്ടിയുണ്ടാക്കിയ നിയമസംഹിതയും ഇട്ടേക്കുക. നിങ്ങളുടെ പേജിൽ മാറ്റമുണ്ടോ? നമ്മുടെ പേജിൽ ഈ ഒരു ക്രമമാണ് ഉള്ളത്. ആദ്യം ചെയ്തതാണ്. ഇപ്പൊ ഞാനെടുത്ത് നോക്കുമ്പോൾ പുതിയ പേജിൽ എന്തോ മാറ്റം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ ചെയ്ത പേജ് ക്രമത്തിൽ ഇവിടെയാണ് 37 ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പേജ്. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ആഴ്ച കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നമ്മൾ 136 തുടങ്ങിയിട്ട് 137 വരെ ഈ പേജ്. ഓക്കെ. അപ്പൊ ഇതില് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, എല്ലാം കുറച്ച് പുതിയ വാക്കുകൾ ഉണ്ടെന്നുള്ളതാണ്. ഫസ്റ്റിലായിട്ടില്ലായിരുന്നു നിങ്ങള്? ഉണ്ടായിരുന്നു. അത് ഒരു സംശയം. അല്ലം യകുർ റബ്ബുക മുഹ്ലിക്കൽ ഖുറ.
ലമ്യക്കുൻ റബ്ബുക മുഹ്ലിക്കൽ ഖുറ. അതിലെന്താ സംശയം? സംശയം പറഞ്ഞാൽ പറഞ്ഞുതരാം. ബിളുൽമി എന്ന് പറയുന്നത് അള്ളാഹു അക്രമപരമായി നശിപ്പിക്കുകയല്ല എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ആ, അക്രമം ആയിട്ട് അക്രമപരമായി ചെയ്യില്ല. അത് ഇവിടെ വേറൊരു രീതിയിൽ ഇങ്ങനെ കാണുന്നു. ബോധമില്ലാതിരിക്കുക, അവർ ചെയ്ത അക്രമത്തിന്റെ പേരിൽ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല. അങ്ങനെയും വരാം. അത് എവിടെയാണ് ഞാൻ മുമ്പ് വായിച്ചുള്ളതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പോൾ എന്റെ കയ്യിൽ മുന്നിലിരിക്കുന്നതിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. അങ്ങനെയും ഉണ്ടാകാം. അവര് ചെയ്ത അക്രമം കാരണമായി അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. അത് നോക്കണം. ഏത് തഫ്സീറിലാ നിങ്ങള് വായിച്ച്? അത് ഇംഗ്ലീഷാ? അല്ല, മലയാളം തന്നെ. അമാനിമാരുടെ അതെ. അമാനിമാരുടെ എന്താ എഴുതിയിരിക്കുന്നത്? അത് എഴുതിക്കൊണ്ട് പിന്നെ ഇത് കുഞ്ഞുമോൻ പറപ്പൂരിന്റെ സംക്ഷിപ്തമല്ലേ? അതെ. അപ്പൊ അത് അമാനിമാരോട് എന്താ എഴുതിയിരിക്കുന്നത്? അത് നോക്കിയില്ല. പറപ്പൂരിന്റെ ആണ് അത്. വരാൻ സാധ്യതയുള്ളത്. എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനത് നോക്കിയിട്ടില്ല. ഇത് PDF ആണ്. ഈ പേജ് കറക്റ്റ് എടുക്കാൻ പാടാ. സോഫ്റ്റ്വെയർ സൂചകമായിട്ടല്ല. ആദ്യം നോക്കിയപ്പോ ഇത് നോക്കാതെ നോക്കിയപ്പോ ബിളുൽമി അതാ നമ്മൾ വാവുല്ലാത്തഫ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നോക്കുമ്പോ അത് വാവുലാലാണ്. ബിളുൽമിൻ വാവുലുഹ ഓഫിലുൻ. താങ്കളുടെ നാഥൻ നാടുകളെ അതിലെ നിവാസികൾ സത്യത്തെക്കുറിച്ച് അജ്ഞരായിരിക്കുമ്പോൾ എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമന്റ്. അക്രമപരമായി നശിപ്പിക്കുന്നവനല്ല എന്നാണ് ഇവിടെ ബോധപന്മാരില്ലാതിരിക്കുക, അവർ ചെയ്ത അക്രമത്തിന്റെ പേരിൽ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല. മുമ്പ് ഞാൻ ഏതോ ഒരു ആയത്തിൽ അതേ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്തായാലും അത് ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടെ പിന്നെ അറബി തഫ്സീറുകൾ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ സംശയം തോന്നിയപ്പോ വേറെ നമ്മള് പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞതിനോടാണ് നമുക്ക് സാമ്യം തോന്നുന്നുണ്ട്. അല്ല, ഇവിടെ അത് അങ്ങനെയും വ്യാഖ്യാനമുണ്ടെന്നാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്നാണ് അതായത് ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അഹദുഹുമ ذلك أن لم يكن ربك مهلك القرى بظلم أي بشرك. ദുൽമൻ എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക്കല്ല ദുൽമുൻ അലീം എന്ന് പറഞ്ഞില്ലേ, ആ അർത്ഥത്തിലാണ്. ബിളുൽമിൻ എന്ന് പറഞ്ഞാൽ ബി ഷിർക്കിൻ അല്ലെങ്കിൽ ബി മാസിയത്തിഹിം, അവരുടെ തെറ്റ് കാരണം അള്ളാഹ് അവരെ ശിക്ഷിക്കുകയില്ല. മൻ അശ്റക വകഫറ മൻ കഫറ മിൻ അഹ്ലിഹ കമാ കാന ദുൽമുൻ അലീം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വ്യാഖ്യാനം
യഖൂലു ലം യകുൻ ലിയുഹ്ലികഹും ദൂന തൻബീഹി. ദൂന തൻബീഹി. അമാനി മൗലവിന്റെ ഇതുള്ളത് വല്ല ആ, കാണാം. അക്രമവും നിമിത്തം നിന്റെ റബ്ബ് രാജ്യങ്ങളെ നശിപ്പിക്കുന്നതിനല്ലെന്നതിനാലാകുന്നു. എന്താണ്? അവർ ആൾക്കാർ വിവരമില്ലാതെ അശ്രദ്ധരായിരിക്കെ. ആ ആയിരിക്കെ അതന്നെ അതിന്റെ മുമ്പിൽ പറഞ്ഞല്ലോ, വല്ല അക്രമവും നിമിത്തം നിന്റെ റബ്ബ് രാജ്യങ്ങളെ വല്ല അക്രമങ്ങളും നിമിത്തം അപ്പൊ നശിപ്പിക്കുന്നതിനല്ലെന്നതിനാലാകുന്നു. അദ്ദേഹവും ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞ അങ്ങനെ വ്യാഖ്യാനമുണ്ട്. അങ്ങനെ വ്യാഖ്യാനമുണ്ട്. മുൽമിൻ എന്ന് പറഞ്ഞാൽ ബി ഷിർക്കിൻ. ആ ഷിർക്കിന്റെ ഷിർക്കല്ല മുൽമിൻ ആണ്. അപ്പൊ ഷിർക്ക് എന്താണ്? ഇവിടെ അറബി വായി കാണുന്നുണ്ടോ? ഇവിടെ അറബി തഫ്സീർ കാണുന്നുണ്ടോ? തഫ്സീർ തബരിയാണ്. ഇതാണ് ഇവിടെ തഫ്സീർ തബരി. നിങ്ങളിപ്പോ എന്താ സ്ക്രീനിൽ കാണുന്നത്? സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓക്കെ. റബ്ബുക മുഹരിയൽ ഖുറാബി ആയത്തിന്റെ വ്യാഖ്യാനം അത് ഖൗൽ ഫീ തഅ്വീലിഹി. അതിന് വ്യത്യസ്തമായ ഖൗലുണ്ട്. അബൂ ജഅഫർ ഐ ഇന്നമാ അർസൽന الرسل يا محمد إلى من وصفت أمره. هذا يعني وقد أحدهم وقد يتجه من التأويل في قوله بظلم എന്നത് വജ്ഹാൻ രണ്ട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അഹദുഹുമാ ഒന്ന് ذلك أن لم يكن ربك مهري القرآن ഐ ബിശിർക്കിൻ. ബിظلم എന്ന് പറഞ്ഞാൽ ബിശിർക്കിൻ, ശിർക്ക് കാരണമായി. അതായത് ഷിർക്കിന്റെ ഷിർക്കൽ എന്നതാണ്. അല്ല. അപ്പൊ ഒന്നാമത്തെ വ്യാഖ്യാനം അതാണ്. വൽ ആഖറു, രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്? ذلك أن لم يكن ربك مهري القرآن بظلم يقول. അള്ളാഹ് പറയുന്നു ലം യകുൻ ലിയുഹ്ലികഹും, അവരെ നശിപ്പിക്കൽ ഉണ്ടാവുകയില്ല. ദൂന തൻബീഹി, ഉണർത്തൽ കൂടാതെ. തദ്കീരി, ഉത്ബോധനം കൂടാതെ. ബിർ റുസുലി, ദൂതന്മാർ മുഖേന ഉണർത്തലും തൻബീഹും ഉണർത്തലും ഉത്ബോധനവും കൂടാതെ അവരെ ശിക്ഷിക്കുകയില്ല. വൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളിലൂടെയും ഈ ഗുണപാഠങ്ങളിലൂടെയും അവരെ ഉണർത്താതെ എന്തുവരില്ല, ശിക്ഷിക്കുകയില്ല. ഫയളിമുഹും ബിദാലിക. ഫയളിമുഹും, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഫയളിമുഹും ബിദാലിക, അത് മുഖേന അള്ളാഹ് അവരോട് അക്രമം ചെയ്യുകയായിരിക്കും. വല്ലാഹു ഗൈറ വല്ലാമിൻ, അള്ളാഹ് എന്താണ്? ഗൈറ വല്ലാമിൻ, ദുൽമ ചെയ്യുന്നവനല്ല. അബീദിഹി, തന്റെ ദാസന്മാരോട്. അപ്പൊ ഇങ്ങനെയും വ്യാഖ്യാനമുണ്ട്, അങ്ങനെയും വ്യാഖ്യാനം. ദുൽമ അങ്ങോട്ട് ചേർക്കാം, അവരെ അക്രമം കാരണമെന്ന്. അതേപോലെ അങ്ങനെ അള്ളാഹ് ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് ദുൽമായിരിക്കും എന്നും വ്യാഖ്യാനമുണ്ട്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് നൽകട്ടെ. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം. وعليكم السلام ورحمة الله.